നമ്മൾ വന്നിട്ടുള്ളത് ഒരു സൺഫ്ലവറുമായിട്ടാണ്. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു സൺഫ്ലവറും അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോ കാണും. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത് കാണുന്ന കൊച്ചു ബെൽ ബട്ടൺ കൂടി ഇങ്ങോട്ട് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോ കാണാം. ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കും. ഇതിനെ ഒപ്പായിരിക്കണം. ഒരു ഇഞ്ചിക്ക് കുറയാൻ പറ്റില്ല. ഇതിനെ നമ്മൾ ഇങ്ങനെ മടക്കി നല്ല ഒപ്പാക്കണം, ഒപ്പാക്കി കൊടുക്കണം. ഇങ്ങനെ ഇതിനെ നമ്മൾ എഡ്ജ് കട്ട് ചെയ്യുക വട്ടത്തിൽ. കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇതിനെ നിർത്താൻ പോകുകയാണ്. ഇത് നമ്മൾ എടുക്കുമ്പോൾ ആക്കം പോലെ എടുക്കണം. ടൈം നിന്നാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് കീറിപ്പോവും. കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു പൂവ് അയച്ചിട്ടുണ്ട്, നല്ല മനോഹരമുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വേറെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നേരെ ഇതേപോലെ നമ്മൾ A4 എടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കുറിച്ചിട്ട് നമുക്ക് നമ്മളിപ്പോ വെട്ടിയെടുക്കുക. നമുക്ക് ഇങ്ങനെയൊന്ന് വെട്ടിക്കണം. നമുക്ക് ഇപ്പുറത്തെ സൈഡും ഇതേപോലെ ഒരു കോൺ ഷേപ്പിൽ മടക്കിയെടുക്കണം.
അപ്പോൾ ഇത് നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പണിയിലേക്ക് ഇതിനെ നമ്മൾ ഇങ്ങനെ ഇവിടെ മടക്കി കൊടുക്കുക. നമുക്ക് കത്തിരിക്ക എടുത്ത് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. കത്തിരി അപ്പോൾ നമ്മൾ വെട്ടുകയാണ്. നേരെ ആക്കാൻ പോലെ വെട്ടിയാൽ മതി, എങ്കിൽ തിരിച്ചും. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കും. ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ നീർത്തുക. അപ്പം നമുക്ക് ഇങ്ങനെയും നമ്മൾ ഇതിനിങ്ങനെ കൗത്തി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇത് ശ്രദ്ധിച്ച് മടക്കണം, അല്ലെങ്കിൽ വേഗം കീറിപ്പോവും. ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് ഇങ്ങനെ ഇത് കിട്ടും. നല്ലോണം ശ്രമിക്കണം, എന്നാലുള്ള ഇത് കിട്ടുക. ഇത് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ടും നമ്മൾ നാലെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക. നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇടിച്ച് പട്ടികയാണ്. നമുക്ക് ഇങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് നിർത്തി നോക്കാം. എല്ലാം നിർത്തുക, കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു സൺഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ചുള്ളാതെ പേപ്പർ നോക്കണം. എൻ്റെ തന്നെ ചുണ്ടിട്ട് കേട് ഭാഗം കേട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നടു ഇതളൊക്കെ വെക്കുന്ന പരിപാടി കിടക്കാം. നമുക്കൊരു വട്ടം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മളൊരു പശുക്കുപ്പി എടുത്തിട്ടുണ്ട്. അതിനെ വെച്ചിട്ടാണ് നമ്മൾ വട്ടം ആക്കുന്നത്. നമുക്ക് വട്ടത്തിൻ്റെ മുന്നൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അത് പൊളിച്ചാനുള്ളൊരു സെറ്റപ്പിന് നമുക്കൊരു തണ്ടുണ്ടാക്കിയെടുക്കാം. പേപ്പർ ഇങ്ങനെ ഒരു കൂട്ടി ഉണ്ടാക്കുക. കുറച്ച് മതി, തോനെയൊന്നും വേണ്ട. ഇത് മതി. നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് വെട്ടിയത് ഇട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണിമൊരു പശ തേക്കാം. പശക്കുട്ടി എടുത്തിട്ടുണ്ട്. ഫെവിക്കോളാണ്. നമുക്ക് ഇതിനൊന്ന് ഒട്ടിച്ചു. ഇത് ഒരു കോലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലൊന്ന് പശയാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ വെള്ളപ്പൂവ് ഇതിൻ്റെ ചൂട്ടിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കുഴൽ എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒരു ഇച്ചിരി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ വടി ഒട്ടിച്ച് കൊടുക്കുക. എന്താ നമ്മുടെ സൺഫ്ലവർ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സൺഫ്ലവർ ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന കൊച്ചു ബെൽ ബട്ടണും കൂടി നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നതിന് സൈനിങ് ഔട്ട്.